Hello everyone, welcome back to my channel. അപ്പോൾ this is the final part of our +2 tour. അപ്പോൾ നമ്മളോട് ഇന്ന് നേരത്തെ എണീക്കാൻ പറഞ്ഞിരുന്നു. അതായത് ഇന്നലെ 8 മണിക്കാണ് മാറ്റി നിൽക്കാൻ പറഞ്ഞെങ്കിൽ ഇന്ന് 7 മണിക്ക് മാറ്റി നിൽക്കാൻ പറഞ്ഞിരുന്നു. ബിക്കോസ് ഇന്ന് നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോവാണ്. 7 മണി പറഞ്ഞ് നമ്മൾ 7:30 ആയിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ നമ്മളെ കൂട്ടാൻ വേണ്ടി ബസ് വന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ജേർണി ആയിരുന്നു ഫ്രം മൈസൂർ ടു ബാംഗ്ലൂർ. ആർക്കും ഒരു വലിയ എനർജി ഒന്നും ഇല്ലേനും, കാരണം രാവിലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഫീൽ ഗുഡ് മ്യൂസിക് ഇട്ടിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിന്ന് കുറേ ആൾക്കാർ ഉറങ്ങി തീർത്തു. നമ്മൾ ആദ്യം പോയത് ലാൽബാഗിലേക്കാണ്. ആൻഡ് നല്ല ചടപ്പുണ്ടായിരുന്നു. കുറേ നേരം ബസ്സിലിരുന്നിട്ട് ഇങ്ങനെ വെയിലത്തേക്ക് ഇറങ്ങിയപ്പം 8:30 ഒക്കെ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ 1 മണിയായിക്ക് ലാൽബാഗിലെത്തുമ്പോൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂറായിരുന്നു സമയം തന്നത്. നമ്മൾ ഓരോരുത്തർ ഓരോ വൈക്ക് ഇങ്ങനെ നടന്ന് പിന്നെ കുറേ ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്തു. മേക്കിംഗ് മെമ്മറീസ് എന്നതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാന്നുള്ളത്. കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് നോക്കാൻ ഫോട്ടോസൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഫ്രണ്ട്സ് ഐസ് വാങ്ങിയിട്ടുണ്ടേനും. അപ്പം അതിൽ നിന്നൊരു ബൈറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പിസ്ത മിൽക്ക് വാങ്ങി. ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാണ്, കാരണം ബോട്ടിൽ മേലുള്ള MRPനെക്കാട്ടും കൂട്ടിയിട്ടാണ് അവർ പൈസ വാങ്ങുന്നത്. 40 റുപ്പീസിൻ്റെ സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ മേലെ 40 ഉണ്ട്, പക്ഷേ അവർ നമ്മളോട് പറഞ്ഞത് 60 റുപ്പീസാണ്. അങ്ങനെ എല്ലാത്തിനും ഒരു ബോട്ടിൽ മേലെ അതിമേലുള്ള MRPനെക്കാട്ടും കൂടുതൽ വാങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ആൻഡ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചത് വൈകുന്നേരം 4:30ക്കാണ്. കാരണം ബാംഗ്ലൂരെ തിരക്ക് കാരണം നമുക്കൊരു സ്ഥലത്ത് പോലും പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെ രണ്ടാമത് കൊണ്ടുപോയത് വിധാൻ സൗദയിലാണ്. ആൻഡ് നമ്മളെ ബസ് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ആയിപ്പോയിന്, കാരണം ബ്ലോക്കിലൊക്കെ പെട്ട് നമ്മളെത്തുമ്പോൾ ഒരു നേരമായിരുന്നു. പക്ഷെ ഒരു ബാച്ച് എങ്ങാനും അവിടെ കയറിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഓരോ വെയിറ്റ് ചെയ്ത് നിൽക്കേനു. ഉള്ളിൽ കയറിപ്പോയ ആൾക്കാർ പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിക്കേനു. ബാംഗ്ലൂരിൽ നമ്മൾ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഷോപ്പിംഗ് ചെയ്യണം, സ്ട്രീറ്റിൽ പോയിട്ട് ഷോപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഷോപ്പിംഗ് ഒന്നും അന്ന് നടന്നിക്കില്ല. അങ്ങനെ നമ്മളെ വിശപ്പും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന എല്ലാവരും സ്നാക്സും തീർക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഓരോരുത്തർ കൊണ്ടുവന്ന ഓരോ സാധനങ്ങൾ തിന്ന്. നീണ്ട നേരത്തെ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയത് ഗോപാലൻ മാൾ എന്ന് പറയുന്ന ഒരു മോളിലാണ്. ആൻഡ് മോളിലൊക്കെ എക്സ്പെൻസീവൊക്കെ ഓർത്തിട്ട് നമ്മൾ മോളിൽ നിന്നും ഒന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. നമ്മളിവിടുത്തെ പോലെ തന്നെയാണോ അവിടുത്തെ മോളും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മോളുടെ ഉള്ളിൽ ഫുള്ള് കറങ്ങി. അതിൻ്റെ ശേഷം നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. എന്നിട്ട് നമ്മൾ എന്താണ് വാങ്ങിയത്? നമ്മൾ വാങ്ങി കഴിച്ചത് ബ്രൗണിയാണ്. പക്ഷേ ബ്രൗണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പെപ്സി കുടിച്ച് അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കഴിച്ചു. കാരണം നമ്മൾ സ്വരൂപിച്ച പൈസ മൊത്തം ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേനു. പക്ഷേ ഷോപ്പിങ്ങിന് പറ്റിയൊരു സാഹചര്യമല്ലേനു അവിടെ. അത് കഴിഞ്ഞ് രാത്രി ഒരു 1:30 ആയപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ ആയി. ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു, കാരണം എനിക്ക് നല്ല കോൾഡ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് മൈസൂർ എത്തിയപ്പോഴായിരുന്നു നമ്മളെ ക്യാമ്പ് ഫയർ. അപ്പോൾ ക്യാമ്പ് ഫയർ ഒന്നും ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആകെ തണുത്ത് വിറച്ച് മാറി നിന്നതാണ് ക്യാമ്പ് ഫയറിൻ്റെ ടൈമിൽ. പക്ഷേ ആ ഒരു ലാസ്റ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഒരു 1:45 ആയ സമയത്താണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. രാത്രി ഫുഡ് മന്തിയേനു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് എണീച്ചത്. ഇതോടെ നമ്മൾ ട്രിപ്പ് ഇവിടെ കഴിയാണ്. സോ ബൈ ബൈ.